നമസ്കാരം. ദേവസൈന്യ ടേൽസ് ബൈ സ്മൃതിയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിന്റെ പുതിയൊരു പങ്ക്തിയിലേക്കും ഏവർക്കും സ്വാഗതം. വൈക്കം മഹാദേവ ക്ഷേത്രം അധ്യായം 3. ക്ഷേത്ര നിർമ്മിതി, ക്ഷേത്ര പരിസരവും മതിലകവും. വൈക്കം പട്ടണത്തിന്റെ ഏതാണ്ട് ഒത്ത നടുക്കായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം. വൈക്കം സ്വകാര്യ ബസ് സ്റ്റാൻഡ്, പോലീസ് സ്റ്റേഷൻ, സബ് ട്രഷറി, കോടതി, ഹോട്ടലുകൾ, ലോഡ്ജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ 4 ഭാഗത്തുമായി 1 കിലോമീറ്റർ ചുറ്റളവിലാണ്. 8 ഏക്കറിലധികം വിസ്തീർണമുള്ള അതിവിശാലമായ മതിൽക്കകമാണ് ക്ഷേത്രത്തിനുള്ളത്. മതിൽക്കകം മുഴുവൻ പുഴമണൽ കൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിനു ചുറ്റും ഒരു കോട്ട പോലെ ആനപ്പള്ള മതിൽ പണിതിട്ടുണ്ട്. 4 ഭാഗത്തും ഗോപുരങ്ങൾ പണിതിട്ടുണ്ടെങ്കിലും അവ കാഴ്ചയിൽ ചെറുതും അനാകർഷകങ്ങളുമാണ്. ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ പടിഞ്ഞാറു മാറി വേമ്പനാട്ട് കായൽ പരന്നു കിടക്കുന്നു. സാമാന്യം വലിപ്പമുള്ള ഒരു ബോട്ട് ജെട്ടി ഇവിടെ പണിതിട്ടുണ്ട്. ദിവസവും രാവിലെ 5 മണി മുതൽ രാത്രി 10 മണി വരെ ഇവിടെ ബോട്ട് സർവീസ് ഉണ്ടാകും. കായലിനപ്പുറം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല പ്രദേശങ്ങളാണ്. കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് കടന്നാൽ ആദ്യം എത്തുന്നത് ഒരു വലിയ ആനക്കൊട്ടിലിലാണ്. സാമാന്യം വലിപ്പമുള്ള ഈ ആനക്കൊട്ടിലിന്റെ വടക്കുഭാഗത്ത് ഒരു അരയാൽ മരമുണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരം ത്രിമൂർത്തി സാന്നിധ്യമുള്ള പുണ്യവൃക്ഷമായ അരയാലിന്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നു. ദിവസവും രാവിലെ അരയാലിനെ 7 വലം വയ്ക്കുന്നത് പുണ്യമായി കണ്ടുവരുന്നു. ഇതുകൂടാതെ മറ്റൊരു പ്രത്യേകത കൂടി ഈ അരയാലിനുണ്ട്. വ്യാഘ്രപാദ മഹർഷി തപസ് അനുഷ്ഠിച്ചതും ഭഗവാൻ പാർവതി സമേതനായി അദ്ദേഹത്തിന് ദർശനം നൽകിയതും ഇവിടെ വെച്ചാണെന്നാണ് വിശ്വാസം. അതിനാൽ ഇവിടെ തൊഴുതിട്ടാണ് ഭക്തർ ശിവനെ തൊഴാൻ ചെല്ലുന്നത്. അല്പദൂരം കൂടി നടന്നാൽ താരതമ്യേന പുതിയ മറ്റൊരു ആനക്കൊട്ടിലിൽ എത്താം. ക്ഷേത്രത്തിലെ വിവാഹം, ചോറൂണ്, ഭജന, അടിമകിടത്തൽ, തുലാഭാരം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നത് ഈ ആനക്കൊട്ടിലാണ്. ഉത്സവകാലത്ത് മേളം നടക്കുന്നതും ഇവിടെയാണ്. ഭീമാകാരമായ കരിങ്കൽ തൂണുകൾ ഇവിടെ കാണാം. അവയിൽ നിരവധി ദേവരൂപങ്ങളുണ്ട്. ഇതിനപ്പുറമാണ് ഭഗവദ്വാഹനമായ നന്ദിയെ ശിരസിലേറ്റിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത്. ഉത്തുംഗമായ ഈ കൊടിമരത്തിന് ഏകദേശം 600 അടി ഉയരമുണ്ട്. കൊടിമരത്തിനപ്പുറം ബലിക്കൽപുരയാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ദ്വാരപാലകരുമുണ്ട്. ഇവിടെയാണ് 10 അടിയിലധികം ഉയരം വരുന്ന ഭീമാകാരമായ വലിയ ബലിക്കല്ല് സ്ഥിതി ചെയ്യുന്നത്. ഇതിനടുത്ത് ഒരു കെടാവിളക്കുണ്ട്. ബലിക്കൽപുരയുടെ മച്ചിൽ ബ്രഹ്മാവിന്റെയും അഷ്ടദിക്പാലകരുടെയും രൂപങ്ങൾ കാണാം. ബലിക്കൽപുരയുടെ വടക്കുഭാഗത്ത് ഗണപതി പ്രതിഷ്ഠയുണ്ട്. സ്തംഭ ഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. സവിശേഷമായ പ്രാധാന്യമാണ് ഈ പ്രതിഷ്ഠയ്ക്ക് ഉള്ളത്. വൈക്കത്തപ്പന്റെ ഉപദേവതകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഈ ഗണപതിയെ തൊഴുത ശേഷമാണ് ഭക്തർ ശിവദർശനത്തിന് ചെല്ലുന്നത്. ഇതേ തൂണിൽ തന്നെ പാർവതീദേവിയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും രൂപങ്ങളും കൊത്തിവച്ചിട്ടുണ്ട്. എന്നാൽ ഇവ കാണാൻ സാധിക്കില്ല. ക്ഷേത്രത്തിന്റെ തെക്കുകിഴക്കേ മൂലയിൽ നിരവധി ആൽമരങ്ങൾ കൂടി നിൽക്കുന്ന കാഴ്ച കാണാം. ഇതിനപ്പുറത്ത് മറ്റൊരു ആൽമരത്തിന് കീഴിൽ പനച്ചിക്കൽ ഭഗവതിയുടെ പ്രതിഷ്ഠയുണ്ട്. മേൽക്കൂരയില്ലാത്ത ഈ തറയിൽ പ്രകൃതിയിൽ ലയിച്ചു വാഴുന്ന ഈ ദേവിയെ ഒരേ സമയം വനദുർഗ, ഭദ്രകാളി, യക്ഷി എന്നീ 3 രൂപങ്ങളിൽ ആരാധിച്ച് വരുന്നുണ്ട്. ഐതിഹ്യപ്രകാരം അഗസ്ത്യമുനിയുടെ ശാപം കിട്ടിയതുമൂലം യക്ഷിയായ ഒരു ഗന്ധർവ കന്യക ഗണപതിയുടെ ഭൂതഗണമായ ത്രിശൂലിയുടെ കുത്തേറ്റു മരിക്കുകയും തുടർന്ന് മോക്ഷം പ്രാപിച്ച് ഭഗവതിയിൽ ലയിക്കുകയുമായിരുന്നു. യക്ഷിത്തറയ്ക്കപ്പുറത്ത് മറ്റൊരു ആൽത്തറയിൽ നാഗദൈവങ്ങൾ സാന്നിധ്യമരുളുന്നു. നാഗരാജാവായ വാസുകിയും നാഗയക്ഷിയും നാഗകന്യകയും നാഗചാമുണ്ടിയും ചിത്രകൂടവും അടങ്ങുന്നതാണ് ഈ കൂട്ടം. ഇവർക്ക് എല്ലാ മാസവും ആയില്യം നാളിൽ വിശേഷാൽ പൂജകളും കന്നിമാസത്തിലെ ആയില്യം നാളിൽ
സർപ്പബലിയും ഉണ്ടാകും. തെക്കേ നടയിൽ തന്നെയാണ് ക്ഷേത്രം വക ഓഡിറ്റോറിയവും. ഇവിടെ ദിവസവും കലാപരിപാടികൾ ഉണ്ടാകാറുണ്ട്. പടിഞ്ഞാറേ നടയിൽ ഒരു അടഞ്ഞ വാതിൽ കാണാം. ക്ഷേത്ര ഊരാൺമക്കാരായിരുന്ന നമ്പൂതിരിമാരിൽ ഒരാൾ വെറ്റില ചവച്ച് തുപ്പിയപ്പോൾ അയാളെ ഒരു പാമ്പ് കടിക്കുകയും അയാൾ മരിച്ചു വീഴുകയും തുടർന്ന് വാതിൽ അടയ്ക്കുകയും ചെയ്തുവെന്നാണ് കഥ. വടക്കു പടിഞ്ഞാറു ഭാഗത്ത് കാളയ്ക്കൽ ക്ഷേത്രം എന്ന ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. ഭഗവത് വാഹനമായ നന്ദിയാണ് ഇവിടെ പ്രതിഷ്ഠ. കാളയ്ക്കൽ വലിയച്ഛൻ എന്നാണ് ഇവിടത്തെ പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. ഈഴവരാണ് ഇവിടെ പൂജ നടത്തുന്നത്. എല്ലാ വർഷവും മേടമാസത്തിൽ 10-ാം ഉദയത്തിനാണ് ഇവിടെ ഉത്സവം. വൈക്കത്ത് നടയടച്ചാൽ പിന്നെ ക്ഷേത്രത്തെ കാക്കുന്നത് ഈ ഉഗ്രമൂർത്തിയാണെന്ന് വിശ്വസിച്ചു വരുന്നു. തുടർച്ച അടുത്ത പങ്ക്തിയിൽ. നന്ദി, നമസ്കാരം.